നമസ്കാരം. ഇന്ന് സംഭവിച്ച വാർത്തകളുടെ സമഗ്ര രൂപവുമായി പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ആ വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നാളെ വിധിയെഴുതുക. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. ഇതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ട വോട്ടെടുപ്പ്. ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിനൊടുവിൽ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള 10 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും സായുധസേനയുടെ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. രാജസ്ഥാനിൽ 12 സീറ്റുകളിലും UP-യിൽ 8-ലും ബീഹാറിൽ 4-ലും ബംഗാളിൽ 3 സീറ്റുകളിലും നാളെയാണ് വോട്ടെടുപ്പ്. പുതുച്ചേരിയും ലക്ഷദ്വീപും നാളെ വിധിയെഴുതും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, പൊൻ രാധാകൃഷ്ണൻ, ദേശീയ നേതാക്കളായ കനിമൊഴി, ദയാനിധി മാരൻ, കാർത്തി ചിദംബരം തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജനും 11 കേന്ദ്രമന്ത്രിമാരും 5 മുൻ മുഖ്യമന്ത്രിമാരും നാളെ ജനവിധി തേടും. ഇതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 25 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. മെയ് 13-നാണ് വോട്ടെടുപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വിവിപാറ്റ് രസീതുകളും എണ്ണണമെന്ന ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വോട്ടിംഗ് മെഷീനുകളിൽ ഒരു തരത്തിലുള്ള അട്ടിമറിയും സാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. എല്ലാത്തിനെയും സംശയത്തോടെ നോക്കേണ്ടതില്ലെന്ന് പരാതിക്കാരോട് പറഞ്ഞ കോടതി ഹർജി വിധി പറയാൻ മാറ്റി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന മുഴുവൻ വോട്ടുകളും വിവിപാറ്റ് രസീതുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ നൽകിയ ഹർജിയിൽ 2ാം ദിവസമാണ് സുപ്രീം കോടതി വാദം കേട്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിംഗ് മെഷീനെപ്പറ്റി ഹർജിക്കാർ സംശയമുയർത്തുന്നത് ദുഷ്ടലാക്കോടെയാണെന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന് നല്ലതല്ലെന്നും കേന്ദ്രം കോടതിയിൽ വാദിച്ചു. വിവിപാറ്റ് സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ കോടതിയിൽ വിശദീകരിച്ചു. വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താനോ ഹാക്ക് ചെയ്യാനോ സാധ്യമല്ലെന്നും നിലവിൽ വിവിപാറ്റ് എണ്ണുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നുമാണ് കമ്മീഷന്റെ നിലപാട്. വാദം കേട്ട കോടതി എല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ കാണുന്നത് ശരിയല്ലെന്ന് ഹർജിക്കാരെ ഓർമ്മിപ്പിച്ചു. സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും എല്ലാ കാര്യങ്ങളും ഹർജിക്കാരോട് വിശദീകരിക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു. തുടർന്ന് ഹർജി വിധി പറയാൻ മാറ്റുകയായിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. 24 ഡൽഹി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചുവെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന വിവിപാറ്റ് സ്ലിപ്പാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയത് എന്നാണ് വിശദീകരണം. സുപ്രീം കോടതിയെയും കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചു. ഇന്നലെ നടന്ന മോക്ക് പോളിംഗിൽ 10 വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ 11 വിവിപാറ്റ് സ്ലിപ്പുകൾ ലഭിക്കുന്നുവെന്നും അധിക വോട്ട് BJP സ്ഥാനാർത്ഥി ML അശ്വിനിക്കാണ് പോകുന്നതെന്നും ആയിരുന്നു പരാതി. LDF, UDF സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരാണ് പരാതി ഉന്നയിച്ചത്. 4 മെഷീനുകളിലാണ് പ്രശ്നം കണ്ടെത്തിയത്. കൺട്രോൾ യൂണിറ്റിൽ 10 സ്ഥാനാർത്ഥികൾക്ക് 10 വോട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ വിവിപാറ്റിൽ വോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ 11 പ്രിന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി. യന്ത്രങ്ങൾ സജ്ജമാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന വിവിപാറ്റ് സ്ലിപ്പാണ് പിന്നീട് നടന്ന മോക്ക് പോളിംഗിനിടെ പുറത്തുവന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. ഇത് കണക്കുകൂട്ടേണ്ടതില്ലെന്ന് സ്ലിപ്പിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നതായും വിശദീകരണം. ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ അവിശ്വസിക്കേണ്ടതില്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. ആ പരാതി നമ്മൾ അപ്പോൾ തന്നെ പരിശോധിച്ചു. നമ്മുടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു, ഈ ബെൽ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാൻഡിഡേറ്റ്സ് ഏജന്റുമാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട. ഈ പ്രോസസ്സ് നമ്മൾ വളരെ ഇതെല്ലാം CCTV ക്യാമറയിൽ റെക്കോർഡിംഗ് ഉണ്ട്.
കാര്യങ്ങൾ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയെന്നും പരാതിയില്ലെന്ന് അവർ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. 24 കാസർഗോഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പരസ്പരം ഏറ്റുമുട്ടി നേതാക്കൾ. PR ഏജൻസിയുടെ നിർദ്ദേശത്തിനപ്പുറം കോൺഗ്രസ് BJPക്കെതിരെ ഒന്നും പറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. എതിർക്കുന്നവരെ BJP വേട്ടയാടും, എന്നാൽ കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണവും നടക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. തെളിവുകളുണ്ടായിട്ടും കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ CPIM BJP ധാരണയെന്ന് DK ശിവകുമാർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ UDF ഒരു നിലപാടും വ്യക്തമാക്കുന്നില്ല. നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് പോകാൻ നിൽക്കുന്നു. മത്സരം LDFും UDFും തമ്മിലെന്നും മുഖ്യമന്ത്രി. മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നേരിട്ട് കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയും LDFനെതിരെയും രാഹുലിന്റെ വിമർശനം. രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടന്നു. കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാകും BJPക്കെതിരെ ഒന്നും പറയാത്തത്? കേരള മുഖ്യമന്ത്രി BJPക്കെതിരായ പോരാട്ടത്തിൽ തന്നെയാണോ എന്നും രാഹുൽ ഗാന്ധി. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? 2 chief ministers are in jail. How come none of this is happening to the Chief Minister of Kerala? രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയത് സീതാറാം യെച്ചൂരി. യഥാർത്ഥത്തിൽ BJP എതിർക്കുന്നത് ഇടതുപക്ഷമാണ്. CAA ആർട്ടിക്കിൾ 370 വിഷയങ്ങളിൽ തങ്ങൾ മാത്രമാണ് മോദിക്കെതിരായ നിലപാട് സ്വീകരിച്ചതെന്നും യെച്ചൂരി പറഞ്ഞു. Who is the one who has been more consistently anti-Modi? Whether it's the question of CAA, whether it's the question of Article 370, and all these things, it was the CPIM who took the initiative, approached the Supreme Court. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ അതിക്രമത്തിൽ 2 പേർക്കെതിരെ കൂടി കേസെടുത്തു. ലീഗ് പ്രവർത്തകരായ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി മിൻഹാജ്, പേരാമ്പ്ര നൊച്ചാട് സ്വദേശി സൽമാൻ വാളൂർ എന്നിവർക്കെതിരെയാണ് കേസ്. സൈബർ അധിക്ഷേപം ശുദ്ധ തെമ്മാടിത്തമെന്നും കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമങ്ങളിലൂടെ KK ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്ന പരാതിയിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി KM മിൻഹാജിനെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. KK ശൈലജ നൽകിയ പരാതിയിലാണ് ഈ മാസം 1 കേസെടുത്തത്. ഗൾഫ് മലയാളിയായ മിൻഹാജ് ഫേസ്ബുക്ക് വഴി അപകീർത്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. കലാപാഹ്വാനം, സ്ത്രീത്വത്തെ അധിക്ഷേപിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തി. ലീഗ് പ്രവർത്തകനായ നൊച്ചാട് സ്വദേശി സൽമാൻ വാളൂരിനെതിരെ പേരാമ്പ്ര പോലീസും കേസെടുത്തു. LDF വടകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസ്. സൈബർ അധിക്ഷേപം ശുദ്ധ തെമ്മാടിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. വടകരയിൽ LDF വിജയമുറപ്പിച്ചതോടെയാണ് KK ശൈലജയ്ക്കെതിരെ നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. KK ശൈലജയെ അധിക്ഷേപിക്കുന്നത് പൊറുക്കാനാവാത്ത തെറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. 24 കണ്ണൂർ. ഇനി തൃശൂരേക്ക്. പൂരാവേശത്തിൽ തൃശൂർ. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ആയിരങ്ങളെ സാക്ഷിയാക്കി തൃശൂർ പൂരവിളംബരം. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് പൂരവിളംബരം നടത്തി. നാളെയാണ് തൃശൂർ പൂരം. ജനാരവത്തിന് നടുവിലൂടെ നെയ്തിലക്കാവമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നെത്തി. കൈയുയർത്തിപ്പിടിച്ച ആർപ്പു വിളിച്ച ജനസാഗരം ഇരമ്പിയാർത്തു. വടക്കുംനാഥനെ വണങ്ങി പൂരാനുമതി തേടി 12:15 തെക്കേ ഗോപുര നട തുറന്ന എറണാകുളം ശിവകുമാർ എത്തിയത്. പിന്നീട് നിലപാട് തറയിലെത്തി ശക്തൻ തമ്പുരാന്റെ അനുമതി സങ്കല്പിച്ച 3 തവണ ശംഖൂതി പൂരവിളംബരം നടത്തി.
ഇന്നത്തെ ചെറുപൂരത്തിന് ശേഷം നെയ്തലക്കാവിലമ്മ രാത്രിയോടെ മടങ്ങും. രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനിലെത്തുന്നതോടെ പൂരവരവ് ആരംഭിക്കും. പിന്നാലെ 36 മണിക്കൂർ നീളുന്ന തൃശൂർ പൂരവും. 24 തൃശൂർ. തൃശൂർ പൂരത്തിനായുള്ള ആനകളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരോഗ്യ പരിശോധന പൂർത്തിയായി. പൂരനഗരിയിൽ നിന്ന് അശ്വിൻ പാലാഴി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വിൻ, ആനപ്രേമികളൊക്കെ ആകാംക്ഷയിലാണ്. അപ്പോൾ എന്താണ് അതിന്റെ ഫലം, എപ്പോഴാണ് വരിക? അനുജ, എന്തായാലും 95 ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിൽ ആദ്യം നടന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പരിശോധനയാണ്. അത് ഇപ്പോൾ പൂർത്തിയാക്കി രാമൻ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. എന്തായാലും ഈ പൂരത്തിൽ ഏറ്റവും വലിയ ചോദ്യം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പൂരത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരമാണ് ഏകദേശം ഇനി മണിക്കൂറുകൾക്കകം വരാനിരിക്കുന്നത്. പൂരപ്രേമികളുടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഏകഛത്രാധിപതി എന്നറിയപ്പെടുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വേണ്ടി രാമചന്ദ്രൻ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആരാധകരുടെ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. ആ അകമ്പടിയോടുകൂടിയാണ് രാമൻ ഈ പരിശോധനാ സ്ഥലത്തേക്ക് എത്തിയത് പോലും. കഴിഞ്ഞ 2014 മുതൽ നീതലക്കാവമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തുറന്ന് പൂര വിളംബരം നടത്തുന്ന കൊമ്പനാണ്. അത്രത്തോളം പ്രാധാന്യം ആരാധകർക്കിടയിൽ, പൂരപ്രേമികൾക്കിടയിൽ രാമനുണ്ട്. അതായത് ഈ തെക്കേ ഗോപുരനട തുറക്കൽ ഇത്ര വലിയൊരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറിയതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വഹിച്ച പങ്കു ചെറുതല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഫിറ്റ്നസ് പരിശോധനയിൽ രാമന് ഫിറ്റ്നസ് ലഭിക്കുമോ എന്നുള്ള വലിയ ചർച്ചാ വിഷയമാകുന്നത്. എന്തായാലും പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫലം പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റാനകളുടെ പരിശോധന ഇവിടെയും ഒപ്പം പാറമേക്കാവിന്റേത് അവരുടെ ഗ്രൗണ്ടിലുമായി നടക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പരിശോധന പൂർത്തിയാക്കി പൂർണ്ണമായ ഫലം പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലാണ് ഏറ്റവും നിർണായകമായ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ശരി, ആനകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. അതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയായിരിക്കുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിൽ പങ്കെടുക്കുമോ എന്നതിന്റെയൊക്കെ വിവരങ്ങൾ അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ വിജയം കണ്ടു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ മലയാളി യുവതി ആൻ ടെസ ജോസഫ് നാട്ടിൽ തിരിച്ചെത്തി. മറ്റ് 16 പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടെഹ്റാനിലെ ഇന്ത്യൻ മിഷനും ഇറാൻ സർക്കാരും സംയുക്തമായി നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. ഇസ്രായേൽ ബന്ധമുള്ള കണ്ടെയ്നർ കപ്പലായ MSC ഏരീസിലെ ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാളായ തൃശൂർ സ്വദേശിനി ഡെക് കേഡറ്റ് ആൻ ടെസ ജോസഫ് സുരക്ഷിതമായി മടങ്ങിയെത്തി. ഇന്ന് ഉച്ചയോടെ ആൻ ടെസ ജോസഫ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിമാനത്താവളത്തിൽ കൊച്ചിൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ ആൻ ടെസ ജോസഫിനെ സ്വീകരിച്ചു. ഇറാൻ പിടികൂടിയ കപ്പലിൽ 25 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ മലയാളികളാണ്. കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് സ്വദേശി PV ധനേഷ് എന്നിവരാണ് മറ്റ് മലയാളികൾ. ബാക്കിയുള്ള 16 പേരും സുരക്ഷിതരാണെന്നും ഉടനെ തിരികെ എത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം ഉറപ്പു നൽകി. 24 ഡൽഹി. ഇടതുമുന്നണി കൺവീനർ EP ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ടിനെതിരെ അന്വേഷണം ആരംഭിച്ച് ED. വിവരങ്ങൾ ഹാജരാക്കാൻ പരാതിക്കാരനായ MR അജയന് ED നോട്ടീസ് അയച്ചു. വിദേശ നിക്ഷേപം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം നടന്നോ എന്നാണ് പരിശോധന. വൈദേകം കേസിൽ മദ്യവേനൽ അവധി കഴിഞ്ഞ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നിരിക്കെയാണ് റിസോർട്ടിനെതിരെ ED അന്വേഷണം ആരംഭിച്ചത്. കേസിൽ കൈവശമുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ പരാതിക്കാരനായ MR അജയന് ഈ മാസം 12-ന് ED നോട്ടീസ് അയച്ചു. പരാതിക്കാരൻ ആരോപണമുന്നയിച്ച MC രമേശ് കുമാർ, പന്തണ്ടവിട മുഹമ്മദ് അഷ്റഫ്, KP രമേശ് കുമാർ എന്നിവരുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. പന്തണ്ടവിട മുഹമ്മദ് അഷ്റഫ് എന്നയാൾ നടത്തിയ വിദേശ നിക്ഷേപത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വിദേശ നിക്ഷേപം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം നടന്നോ എന്നാണ് പരിശോധിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ SG കവിത്കറിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. നേരത്തെ കണ്ണൂരിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ലെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാത്തതിനാലാണ് റിസോർട്ടിനെതിരായ പരാതിയിൽ PMLA വകുപ്പ് പ്രകാരം കേസെടുക്കാത്തതെന്നും ED വ്യക്തമാക്കുകയുണ്ടായി. പിന്നാലെ ഇക്കാര്യം സത്യവാങ്മൂലമായി നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. 24ന്റെ ബിഗ് ബ്രേക്കിംഗിലേക്ക്. വയനാട് സുഗന്ധഗിരി വനം കൊള്ളയിൽ കൂടുതൽ പേർക്കെതിരെ നടപടി. DFO ഷജ്ന ഉൾപ്പെടെ 3 പേരെ വനംവകുപ്പ് സസ്പെൻഡ് ചെയ്തു. മരമുറിക്കാർക്ക് ഒത്താശ ചെയ്തുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുഗന്ധഗിരി വനം കൊള്ളയിൽ സർക്കാർ ശക്തമായ നടപടിയിലേക്ക് കടന്നു. സൗത്ത് വയനാട് DFO A ഷജ്ന ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്താണ് സർക്കാർ നടപടി ശക്തമാക്കിയത്. ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവൻ,
ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവരാണ് മറ്റു 2 പേർ. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജീവന് ഭീഷണിയായി 20 മരങ്ങൾ മുറിക്കാൻ എന്ന പേരിൽ നൽകിയ പെർമിറ്റിനെ മറയാക്കി 126 വൻ മരങ്ങൾ മുറിച്ചു കടത്തിയതായി വനം വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. DFO ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ വനമന്ത്രി AK ശശീന്ദ്രൻ കർശന നടപടി ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സർക്കാരിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തര മലബാറിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. ആ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. തിരുവനന്തപുരം പൊന്മുടിയിലെ വനം കൊള്ളയിൽ 2 പേർക്കെതിരെ കേസെടുത്ത് വനം വകുപ്പ്. പൊന്മുടി സ്വദേശികളായ R മണികണ്ഠൻ, കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. മരമുറിക്കലിന് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ആക്ഷേപമുണ്ട്. സംഭവത്തിൽ ഉടൻ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. 24 ഇംപാക്ട്. പരിസ്ഥിതി ലോല മേഖലയായ പൊന്മുടിയിൽ നിന്നും ചെറുമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവം 24 ആണ് പുറത്തുവിട്ടത്. വാർത്തയ്ക്ക് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നടപടി. പൊന്മുടി സ്വദേശികളായ R മണികണ്ഠൻ, കുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇവർ എസ്റ്റേറ്റിൽ താമസിക്കുന്ന തൊഴിലാളികളാണ്. മരം മുറിക്ക് നേതൃത്വം നൽകിയ വനസംരക്ഷണ സമിതി അംഗത്തെ കേസിൽ നിന്നും ഒഴിവാക്കിയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട്. മരം മുറിക്കൽ തടയാനെത്തിയ വനം വകുപ്പ് ജീവനക്കാരുമായി തർക്കമുണ്ടാക്കിയത് ഇയാളായിരുന്നു. വനം വകുപ്പ് ജീവനക്കാർ മൊഴി നൽകിയിട്ടും പ്രമുഖനെ ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം. അതേസമയം മുറിച്ച മരങ്ങളുടെ കണക്കെടുക്കാനുള്ള പരിശോധന 3-ാം ദിവസവും തുടർന്നു. അടിയന്തരമായി വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. തെലങ്കാനയിൽ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണേപ്പള്ളിയിലെ സെയിന്റ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഒരു സംഘം അടിച്ചു തകർത്തത്. സ്കൂൾ യൂണിഫോമിന് പകരം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മതപരമായ വസ്ത്രങ്ങൾ ധരിച്ചു വന്നതിനെ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായ 100ഓളം പ്രവർത്തകർ സ്കൂൾ ആക്രമിച്ചുവെന്നാണ് പരാതി. സ്കൂളിന്റെ പ്രധാന ഗേറ്റിനു സമീപത്തെ മദർ തെരേസയുടെ രൂപത്തിന് നേരെ കല്ലെറിയുകയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ മുറി അടിച്ചു തകർക്കുകയും ചെയ്തു. ക്ലാസ് മുറികളിലെ ജനാലകളും സംഘം തകർത്തു. സ്കൂൾ മാനേജരെ കൊണ്ട് നിർബന്ധിച്ച് ജയശ്രീറാം വിളിപ്പിച്ചുവെന്നും പരാതിയുണ്ട്. അതേസമയം ആക്രമണം നടത്തിയ ഹനുമാൻ സേനയുമായി BJPക്കോ RSSനോ ഒരു ബന്ധവുമില്ലെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്തെങ്കിലും ഇതുവരെ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം അക്രമികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. 24 ബംഗളൂരു. കൊല്ലം കൊട്ടാരക്കരയിലെ സ്വയംവര സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മെഗാ ഷോയ്ക്ക് തുടക്കമായി. കൊട്ടാരക്കര MGM സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവിൽ ചലച്ചിത്ര TV രംഗത്തെ നിരവധി പ്രമുഖരാണ് പങ്കെടുക്കുന്നത്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഈ പരിപാടി തുടങ്ങിയോ? വിവരങ്ങൾ എന്താണ്? അനുജ, കൊട്ടാരക്കര കണ്ട ഏറ്റവും വലിയൊരു ജനസഞ്ചയത്തിനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയാവുന്നത്. അത്രമാത്രം ആളുകൾ, 5000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സദസ്സൊരുക്കി ഏറെക്കുറെ അത് മുഴുവൻ സീറ്റിംഗിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അത്രയും വലിയൊരു ജനക്കൂട്ടം ഇപ്പോഴും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പരിപാടി ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാത്തിരിക്കുന്ന താരങ്ങളൊക്കെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. ജയറാമും രമേശ് പിഷാരടിയും മല്ലിക സുകുമാരനും അഖിൽമാരാരും ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ഇപ്പോൾ ഡാൻസും പാട്ടും കോമഡിയും ഒക്കെയായി കൊട്ടാരക്കര അതിന്റെ ഒരു വലിയ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. സ്വയംവര അതിന്റെ കൊട്ടാരക്കരയിലെ ഷോറൂം, നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞ് അതിന്റെ ഭാഗമായാണ് ഫ്ലവേഴ്സിനൊപ്പം കൈകോർത്തുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ ഇവന്റ് കൊട്ടാരക്കരയ്ക്കായി സമ്മാനിക്കുന്നത്. കൊട്ടാരക്കരയിലോ പരിസര പ്രദേശത്തോ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്റ്റേജ് മെഗാ ഷോ എന്ന നിലയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ എല്ലാ നിറങ്ങളോടും കൂടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു ഈ ഗാനവിരുന്നൊരുക്കാൻ നമ്മൾ സ്ഥിരമായി കേട്ട് പരിചയിച്ച വലിയ മുഖങ്ങൾ, ഒപ്പം തന്നെ കോമഡി ഷോകൾ, മഹേഷ് കുഞ്ഞുമോന്റെ ഉൾപ്പെടെയുള്ള മിമിക്രികൾ, അങ്ങനെ വിവിധ കലാപരിപാടികളുടെ ഒരു വലിയ ഒരു ആവേശകരമായ ഒരു പ്രോഗ്രാം ചാർട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട പല താരങ്ങളും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ വലിയൊരു പരിപാടി ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുജ, ഫ്ലവേഴ്സ് സ്വയംവര ഉത്സവ് കൊട്ടാരക്കരയിൽ പുരോഗമിക്കുന്നു.
കൊട്ടാരക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മെഗാ ഷോയ്ക്കാണ് അവിടം സാക്ഷ്യം വഹിക്കുന്നത്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഇന്ന് സംഭവിച്ചതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.